നിങ്ങൾ സ്വന്തമായിട്ട് ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട് ആൻഡ് അത് സെല്ലാക്കുന്നില്ല, ചുമ്മാ ടൈം പാസിന് ഉണ്ടാക്കുന്നത്. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ ഇതിൻ്റെ ഫുള്ളായിട്ട് കണ്ടോ. ഇതിൻ്റെ എന്താ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് മീഷോയിൽ ഒരു സെല്ലർ അക്കൗണ്ട് ക്രിയേറ്റ് ആക്കാൻ പറ്റുന്നത്. ഇതിൻ്റെ ഒരുപാടധികം ഉപകാരങ്ങളുണ്ട്. അതായത് നിങ്ങളിപ്പം ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്ട്സോ അങ്ങനെ സംഭവമൊക്കെ ഉണ്ടാക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് മീഷോയിൽ തന്നെ ₹1 ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് സെല്ലാക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ മീഷോയുടെ കസ്റ്റമർ, അതായത് മീഷോയുടെ ആ ഒരു സപ്ലയർ കൊണ്ടുകൂടെ കൊടുക്കുമല്ലോ, സോ അവർ നിങ്ങളുടെ വീട്ടിൽ വന്നതിന് ശേഷം ആ ഒരു പ്രോഡക്റ്റൊക്കെ എടുത്തുകൊണ്ട് പോകുന്നതായിരിക്കും. ഓക്കെ, നിങ്ങൾക്ക് വേറൊരു ചിലവൊന്നുമില്ല. നിങ്ങൾ ജസ്റ്റ് മാസം ഇങ്ങനെ ഹാൻഡിക്രാഫ്റ്റ് പ്രോഡക്റ്റ് ഉണ്ടാക്കുമല്ലോ, ജസ്റ്റിൻ്റെ പിക്കും കാര്യങ്ങളൊക്കെ എടുക്കുക, അതിനുശേഷം മീഷോയിൽ തന്നെ എന്താണ് അപ്ലോഡ് ആയി കൊടുത്താൽ മാത്രം മതി. ആൻഡ് ഇതിന് ഒരുപാട് സംഭവം ചെയ്യാനായിട്ട്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മീഷോയിൽ സപ്ലയർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് സപ്ലയർ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യാനാണ്. പിന്നെ നമ്മൾ 2 മെത്തേഡ് കാണിക്കുന്നുണ്ട്. ഫസ്റ്റ് മെത്തേഡ് വർക്ക് ആയതിൽ മാത്രം നേരെ GST നമ്മുടെ ഗുഡ് ആൻഡ് ടാക്സിലെല്ലാം പോവുക. അതിനുശേഷം നിങ്ങൾ എന്താണ് രജിസ്റ്ററിംഗ് എല്ലാം ചെയ്തതിനു ശേഷം എൻറോൾമെൻറ്റ് ID എടുക്കുക ആൻഡ് നിങ്ങൾ രജിസ്റ്റർ ചെയ്യുക. നമ്മൾ വീഡിയോ ഫുള്ള് പറയുന്നുണ്ട്, നിങ്ങൾ കണ്ടാൽ മാത്രം എല്ലാം മനസ്സിലാവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ വീട്ടിൽ പോവാം. നമ്മൾ ഒരുപാട് ദിവസം കൊണ്ട് വീഡിയോ ചെയ്യുന്നില്ല, കാരണം വേറെ കുറച്ച് മെത്തേഡ്സ് ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്തത്. ആൻഡ് അതിൽ ഞാൻ റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബ് ഇട്ടിട്ടുണ്ട്. സോ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, സോ പിന്നെ ലോങ് വീഡിയോ ആയിട്ട് ഇപ്പോൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു അടിപൊളി വീഡിയോ വരുന്നുണ്ട്, നോക്കിയിരുന്നു. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് നമുക്ക് നേരെ വീഡിയോ ഇട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ മീഷോയും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുക. വളരെ സിമ്പിൾ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഓക്കെ, സോ ഇത് ചെയ്യാനായിട്ട് നിങ്ങളുടെ പാൻ കാർഡൊക്കെ വേണം, അതൊക്കെ എടുത്ത് വെച്ചോ. ആദ്യം നിങ്ങൾ പ്രൊഫൈലിലേക്ക് പോവുക. പ്രൊഫൈലിലേക്ക് പോകുമ്പോഴത്തേക്ക് ഒരുപാട് ഇൻ്റർവ്യൂസ് കാണാൻ പറ്റുന്നതായിരിക്കും. സോ ഏറ്റവും താഴോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കാണാം മീഷോ ബാലൻസിൻ്റെ തൊട്ട് താഴെ ബിക്കം എ സപ്ലയർ. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതാണ് നമ്മുടെ ഫസ്റ്റ് ഓപ്ഷൻ, അതായത് ഫസ്റ്റ് സ്റ്റെപ്പ്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ വരുന്നത് ഇങ്ങനെ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് ആദ്യം മീഷോ സെല്ലർ അക്കൗണ്ട് എന്തൊക്കെയാണെന്ന് ഇത് കാണിക്കും. ഓക്കെ, പിന്നെ അടുത്ത് തൊട്ട് താഴെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യാൻ ഓപ്ഷൻ വരും. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പോൾ ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അവിടെ കാണാൻ പറ്റും ഡു യു ഹാവ് എ GST നമ്പർ. GST നമ്പർ നമുക്ക് സിമ്പിളായിട്ട് എടുക്കാൻ പറ്റും, ബട്ട് നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഇല്ല. ഞാൻ എങ്ങനെയാണ് എടുക്കുന്നത് കാണിച്ചു തരാം. അപ്പോൾ GST നമ്പർ കൊടുത്താൽ അതിൻ്റെയുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇല്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സിമ്പിളായിട്ട് വിത്തിൻ മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ട് നോ നമുക്കാണ്. നോ നമുക്കുമ്പോഴത്തേക്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ കാണാൻ പറ്റും നമുക്ക് സെൽ വിത്തൗട്ട് GST ഇൻ മിനിറ്റ്സ് തന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പാൻ വേണം, ഫുൾ നെയിം, ഇമെയിൽ ID, ഫുൾ അഡ്രസ്സ്, ഇത്ര മാത്രം കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് മീഷോയുടെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ലാസ്റ്റ് എങ്ങനെയാണ് നമുക്ക് ഈ ഒരു GST നമ്പർ കിട്ടുക അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. സോ അത് കഴിഞ്ഞിട്ട് തൊട്ട് കാണാൻ പറ്റും UIN നമ്പർ. സോ അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇല്ലല്ലോ, അത് നിങ്ങൾ കൊടുക്കണ്ട. അപ്പോൾ അത് കാണാൻ പറ്റും, ഇവിടെ കാണാം. ഓക്കെ, ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിന് ശേഷം ഇവിടെ കാണാം പ്രൊസീഡ് ടു ആഡ് ഡീറ്റെയിൽസ്, അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ അടുത്ത ഇൻ്റർഫേസ് വന്നിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഇൻ്റർഫേസ്. അതായത് പാൻ നമ്പർ കൊടുക്കുക, നെയിം കൊടുക്കുക. അതായത് പാൻ കാർഡിൽ നിങ്ങളുടെ നെയിം എങ്ങനെയാണോ കറക്റ്റ് അതുപോലെ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. അഡ്രസ്സ് ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾ കൊടുക്കുക. ഓക്കെ, അതിനുശേഷം നിങ്ങൾ സബ്മിറ്റ് കൊടുത്താൽ നിങ്ങൾക്ക് വെരിഫൈ OTP ഉണ്ട്. അവിടെ വന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. ഗൈസ് നമ്മളെല്ലാം എൻ്റർ കൊടുത്തിട്ടുണ്ട്. പാൻ കാർഡ്, നമ്മുടെ പാൻ കാർഡിലെ നെയിം, അതെല്ലാം നമ്മൾ എൻ്റർ കൊടുത്തിട്ടുണ്ട്. ആൻഡ് തൊട്ട് താഴെ സബ്മിറ്റ് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇൻ്റർഫേസിലേക്ക് പോകാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ കുറച്ച് സമയം എടുക്കും. അതായത് അവർ വെരിഫൈ ചെയ്യും. കാണാൻ പറ്റും സബ്മിറ്റിംഗ് യുവർ ഡീറ്റെയിൽസ് എന്നാണ്. അപ്പോൾ അവർ വെരിഫൈ ചെയ്യും. നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും അവിടെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അവിടെ കാണാൻ പറ്റും ദിസ് ഈസ് ടേക്കിംഗ് സ്ലൈറ്റ്ലി ലോങ്ങർ. അതായത് കുറച്ച് ടൈം എടുക്കും. ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 3 മിനിറ്റോടെ തന്നെ എല്ലാം സെറ്റ് ആവുന്നതായിരിക്കും. അല്ല കുറച്ച് ടൈം എടുക്കുമെങ്കിൽ നിങ്ങൾ വെയിറ്റ് നോക്കുക. വിത്തിൻ ഒരു 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ എല്ലാം സെറ്റ് ആവുന്നതായിരിക്കും. സോ ഗൈസ് ഇവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ എൻറോൾമെൻറ്റ് ID ക്രിയേഷൻ ഫെയിൽഡ് ഡ്യൂ ടു ടെക്നിക്കൽ എറർ ആയതുകൊണ്ടാണ് നമുക്കിങ്ങനെ ആയത്. അപ്പോൾ സിമ്പിളാണ് ഗൈസ്. നിങ്ങൾ അടുത്ത ഓപ്ഷനിൽ പോകുമ്പോഴത്തേക്ക് വെരിഫൈ OTP ആണ്. അത് നിങ്ങൾ വെരിഫൈ OTP ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പ്രോഡക്റ്റ് ആഡ് ചെയ്യാൻ സംഭവം, അതുപോലെ നെയിമൊക്കെ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. ഓക്കെ, അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് വരുന്നതായിരിക്കും. ഞാൻ വേണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ചാനൽ അപ്ലോഡ് ആക്കാൻ എങ്ങനെയാണെന്ന് ജോയിൻ ചെയ്താൽ മതി. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് അടിക്കുമ്പോഴത്തേക്ക് നിങ്ങളുടെ വെരിഫൈ OTP ഉണ്ട്. അത് നിങ്ങൾ വെരിഫൈ OTP കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ആവുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രോഡക്റ്റിൻ്റെ ഫോട്ടോ ആഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. നിങ്ങളുടെ സ്റ്റോറിൻ്റെ നെയിം എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് ബേസിക്കായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഓക്കെ, നിങ്ങൾക്ക് വായിച്ചൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അതെല്ലാം നിങ്ങൾക്ക് എല്ലാം ചെയ്യാൻ പറ്റുന്നതായിരിക്കും. സോ എനിക്കിപ്പോൾ കാണിക്കാൻ പറ്റാത്തത് ഇതുകൊണ്ട് മാത്രമാണ്. നമ്മൾ എൻറോൾമെൻറ്റ് ID ക്രിയേറ്റ് ഫെയിൽഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് GST നമ്പർ ഉണ്ടെങ്കിൽ നമുക്ക് സിമ്പിളായിട്ട് GST ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഇവിടെ കാണാം ക്രിയേറ്റ് ഓൺ GST വെബ്സൈറ്റ് ഉണ്ട്. ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും നമുക്ക് എന്താണ് ഇമ്പോർട്ട് ടിപ്സ് ടു ക്രിയേറ്റ് എൻറോൾമെൻറ്റ് ID കാണുന്നുണ്ട്. അതായത് നമുക്ക് ഇവിടെ നിന്ന് നമുക്ക് എൻറോൾമെൻറ്റ് ID കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. കണ്ടിന്യൂ ടു GST വെബ്സൈറ്റ് ഉണ്ട്, അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ നമ്മുടെ അവരുടെ അതായത് ഗവൺമെൻറ് തന്നെ നമ്മുടെ GST ആ ഒരു സെക്ഷനിലേക്ക് പോകുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് വെയിറ്റ് ചെയ്യാൻ ലോഡ് ആവുന്നതായിരിക്കും. സോ ഇവിടെ ഫസ്റ്റ് തന്നെ നമ്മുടെ ഒരു അഡ്വർടൈസ്മെൻ്റ് അല്ല, ഒരു വാണിംഗ് ആണ്. ഓക്കെ, ജസ്റ്റ് എസ് കൊടുക്കുക. ഗവൺമെൻറ് ആയതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ കാണാൻ പറ്റും ഇവിടെ ഒരുപാടൊക്കെ സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ പേജും കാര്യങ്ങളൊക്കെ. അതായത് ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. ഓക്കെ, അതാണ് GST. ഇവിടെ നമുക്ക് നമ്പർ GST അക്കൗണ്ട് എടുക്കാൻ പറ്റുന്നതായിരിക്കും. അതായത് ഈ ഒരു സംഭവം എടുക്കാൻ പറ്റുന്നതായിരിക്കും. സിമ്പിളാണ്.
സോ ഇവിടെ നിങ്ങൾക്ക് 2 ഓപ്ഷൻ വരുന്നതായിരിക്കും. ഇവിടെ നമ്മൾ രണ്ടാമത്തെ ക്ലിക്ക് ചെയ്താൽ ആർ യു അപ്ലൈയിങ് ടു എൻറോൾ ആസ് എ സപ്ലയർ ത്രൂ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ട രണ്ടാമതാണ് നിങ്ങൾ ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം താഴെ കാണാം പ്രൊസീഡ്. ആ ഒരു ഓപ്ഷൻ നിങ്ങൾ അപ്പുറത്തോട്ട് പോകുക, അതായത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, സോ ഇവിടെ കാണാൻ പറ്റും എൻറോൾ ആസ് എ സപ്ലയർ ത്രൂ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. ഇവിടെ നമുക്ക് നമ്മുടെ പാൻ കാർഡ് കൊടുക്കാം, അതുപോലെ തന്നെ പെർമനന്റ് അക്കൗണ്ട് നമ്പർ, നമ്മൾ നെയിം കൊടുക്കണം, ഇവിടെ അക്കൗണ്ട് നമ്പർ കൊടുക്കണം. ഓക്കെ, പിന്നെ നമുക്ക് തൊട്ട് താഴെ നമ്മുടെ ഇമെയിൽ കൊടുക്കണം, അതുപോലെ ഫോൺ നമ്പർ കൊടുക്കണം. പിന്നെ എന്താണ് സ്റ്റേറ്റ് ഇൻ വിച്ച് യു വാണ്ട് ടു എൻറോൾ ആസ് എ സപ്ലയർ ത്രൂ ഇ കൊമേഴ്സ് ഓപ്പറേറ്റേഴ്സ്. പിന്നെ നിങ്ങൾക്ക് സെക്കൻഡറി ഇമെയിൽ കൊടുക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും റെഡ് ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, റെഡ് ഓപ്ഷൻ ഉള്ള എല്ലാം നിങ്ങൾ കൺഫേം ആയിട്ട് കൊടുക്കേണ്ടതാണ്. ബാക്കി റെഡ് ഓപ്ഷൻ ഇല്ലാത്തതെല്ലാം ടെമ്പററി ആണ്, നിങ്ങൾ വേണമെങ്കിൽ കൊടുത്താൽ മതി. ഓക്കെ, അപ്പം ഞാൻ ഇത്രയും പൂരിപ്പിച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഗൈസ്, നമ്മളെല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ മസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, ആ റെഡ് ഐക്കൺ ഉണ്ടല്ലോ, ആ റെഡ് ഐക്കണിലുള്ള എല്ലാം നിങ്ങൾ കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, നിങ്ങൾ റെഡ് അല്ലാത്തൊന്നും ചെയ്യേണ്ട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓപ്ഷൻ ഇല്ല, നിങ്ങൾക്ക് അറിയാത്തൊന്നും ചെയ്യേണ്ട. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് റോഡ് സ്ട്രീറ്റ് അതൊക്കെ കൊടുക്കണം, അതുപോലെ നിങ്ങളുടെ വീട്ട് നമ്പർ അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഓർഡർ കളർ പിക്ക് ചെയ്യാനായിട്ട് അതൊക്കെ നമ്മൾ മറ്റേ ഈ ഗവൺമെൻറ് സംഭവമാണ് ഗുഡ് ആൻഡ് ടാക്സ്, അത് നമ്മൾ എന്തായാലും കൊടുക്കണം. ഓക്കെ, അപ്പോൾ താഴെ സ്ക്രോൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ ഒരു ഓപ്ഷൻ കാണാം, അപ്പോൾ നിങ്ങൾ കൊടുക്കേണ്ട. പിന്നെ നിങ്ങൾക്ക് ക്യാപ്ച കംപ്ലീറ്റ് ആക്കാൻ പറയുന്നുണ്ട്, അത് ഉറപ്പായും കംപ്ലീറ്റ് ആക്കുക. ഇത്രയും നിങ്ങൾ ചെയ്ത് എന്തെങ്കിലും തെറ്റൊക്കെ വരുത്തിയിട്ടുണ്ടെങ്കിൽ താഴോട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് ഡബിൾ ചെക്ക് ചെയ്യുക, അതിനുശേഷം പ്രൊസീഡ് കൊടുക്കുക. ഓക്കെ, പ്രൊസീഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ഇൻ്റർവ്യൂസിൽ പോകുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും മൊബൈൽ നമ്പർ കൊടുക്കുന്നുണ്ട്, അതുപോലെ ഇമെയിലും നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, സോ ഗൈസ്, അത് നിങ്ങൾ കണ്ടിന്യൂ കൊടുക്കുക. അതായത് നിങ്ങൾക്ക് നിങ്ങൾ നേരത്തെ ആദ്യം കൊടുത്തിട്ടുള്ള ആ ഒരു ഇമെയിലിലേക്കും മൊബൈൽ നമ്പറിലേക്കും നിങ്ങൾക്ക് ഒരു OTP വരുന്നതായിരിക്കും. ആ രണ്ട് നിങ്ങൾ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കൺഗ്രാജുലേഷൻസ് യുവർ എൻറോൾമെൻറ്റ് ID, ഇതാണ് നമ്മുടെ എൻറോൾമെൻറ്റ് ID. ഓക്കെ, സോ അങ്ങനെ നമുക്കും എൻറോൾമെൻറ്റ് ID കിട്ടിയിട്ടുണ്ട്. ഇതാണ് നിങ്ങളുടെ ഗുഡ് ആൻഡ് ടാക്സിൻ്റെ, അതായത് GSTയുടെ എൻറോൾമെൻറ്റ് ID നിങ്ങൾക്ക് എപ്പോഴായാലും യൂസ്ഫുൾ ആവുന്നതായിരിക്കും. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. ഇതാണ് നമുക്ക് GSTയുടെ ആ ഒരു സംഭവം എടുക്കാനുള്ള സംഭവം. ഇത്ര മാത്രമേ ഉള്ളൂ, മനസ്സിലായല്ലോ. ഇനി നമ്മൾ നേരെ മീഷോയിലേക്ക് വരിക. അതിനുശേഷം സിമ്പിളായിട്ട് നേരെ സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എടുക്കുക. ബിക്കം എ സപ്ലയർ എന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഇൻ്റർവ്യൂസ് ഇങ്ങനെ വരുന്നതായിരിക്കും. ഇവിടെ നമുക്ക് കാണാൻ പറ്റും നമുക്ക് എന്തായാലും GST അതായത് നമ്പറില്ലല്ലോ, സോ ഇവിടെ കാണാൻ പറ്റും. തൊട്ട് താഴെ നമുക്കിവിടെ എൻറോൾമെൻറ്റ് ID ആഡ് ചെയ്യുന്ന സംഭവമാണ്. ഓക്കെ, ജസ്റ്റ് അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമ്മുടെ എൻറോൾമെൻറ്റ് ID ഇവിടെ നിങ്ങൾ പേസ്റ്റ് ചെയ്ത് കൊടുക്കുക. വെരിഫൈ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ എൻറോൾമെൻറ്റ് ID വെരിഫൈ ആവുന്നതായിരിക്കും. ഇത് കണ്ടോ, കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ കണ്ടിന്യൂ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാം. സോ ഇവിടെ ഇത് അത്രയേ ഉള്ളൂ. അതായത് നമ്മുടെ ബിസിനസ് ഡീറ്റെയിൽസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് അങ്ങനത്തെ ഇഷ്യൂ വരുന്നുണ്ടെങ്കിൽ ദയവേത് നിങ്ങൾ എന്താണ് നമ്മൾ ചെയ്ത ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആക്കുക. ആൻഡ് ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് വരുന്നതായിരിക്കും. അതായത് നമ്മുടെ വീട് നമ്പർ വരുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേറ്റ് ലൊക്കാലിറ്റി വരുന്നുണ്ട്, ലാൻഡ് മാർക്ക് ഇതെല്ലാം വരുന്നുണ്ട്. ഓക്കെ, സോ നിങ്ങൾ കണ്ടിന്യൂ ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ബാങ്ക് ഡീറ്റെയിൽസ് ഇതെല്ലാം മസ്റ്റ് ആയിട്ട് നിങ്ങൾ തെറ്റത് എൻ്റെ കൊടുക്കുക. ഓക്കെ, ബാങ്ക് അക്കൗണ്ട് നമ്പർ, കൺഫേം അക്കൗണ്ട് നമ്പർ, IFSC കോഡ്. ഗൈസ്, നമ്മൾ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ആൻഡ് നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ നമ്മുടെ സ്റ്റോർ നമ്മുടെ നെയിം, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് ഇമെയിൽ ID, പിന്നെ നമ്മുടെ ബിസിനസ് ടൈപ്പ്, ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ഇൻ്റർ കൊടുക്കുക. ഇതെല്ലാം നിങ്ങൾ തെറ്റാതെ നിങ്ങൾ ജെന്യൂനായിട്ട്, അതായത് നിങ്ങൾ ഇത് തന്നെ ബിസിനസ്സായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നിങ്ങൾ സ്റ്റോർ നെയിമേ കൊടുക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഓൾറെഡി സ്റ്റോർ ഉണ്ടെങ്കിൽ കൊടുക്കുക. അതിനുശേഷം നിങ്ങളുടെ ഇമെയിൽ ID ഒന്ന് കൊടുക്കുക. ഓക്കെ, നിങ്ങളുടെ ഇമെയിൽ ID കൊടുക്കുക. അതിനുശേഷം തൊട്ട് തരാൻ കാണാൻ പറ്റും വാട്ട് ഈസ് യുവർ ബിസിനസ് ടൈപ്പ്. ഇവിടെ കാണാൻ പറ്റും. ഇവിടെ ഒരുപാട് നമ്മളിപ്പോൾ എന്താണ് ചെയ്യുന്നതാണ് ചോദിക്കുന്നത്. ഇവിടെ ഐ ഹാവ് എ മാനുഫാക്ചർ യൂണിറ്റ് ആൻഡ് സപ്ലൈ ടു അതർ സെല്ലേഴ്സ്. ആൻഡ് ഇവിടെ ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്, നിങ്ങൾ വായിച്ചുകൊണ്ട് ചെയ്യാൻ പറ്റും. സോ ഇവിടെ ഞാൻ കൊടുക്കുന്നത് ഐ മേക്ക് ഹാൻഡ് ക്രാഫ്റ്റഡ് പ്രോഡക്ട്സ് അറ്റ് ഹോം ആൻഡ് സെൽ ദം. ഇത്രേ ഉള്ളൂ. ഇപ്പോൾ നിങ്ങൾ മിക്കുള്ളത് തന്നെ ആയിരിക്കും നമ്മുടെ പ്രോഡക്ട്സ് എല്ലാം കാണില്ലേ. സോ അതുകൊണ്ട് തന്നെ ഇവിടെ കാണാൻ പറ്റും എന്താണ് നമ്മൾ ഹാൻഡ് മെയ്ഡ് പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഓക്കെ, എത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് താഴെ കാണാൻ പറ്റും നമ്മുടെ മീഷോയുടെ സപ്ലയർ അഗ്രിമെൻറ്റ് നിങ്ങൾ ഉറപ്പായിട്ടും അക്സെപ്റ്റ് ചെയ്തിരിക്കണം. മണ്ടേ അടുത്ത് ചെയ്താലും കുഴപ്പമില്ല, അത് വേറെ പ്രൊമോഷണൽ സംഭവമാണ്. സബ്മിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. നമ്മുടെ സെല്ലർ അക്കൗണ്ട് അങ്ങനെ ക്രിയേറ്റ് ആക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മളും മീഷോയുടെ ഒരു സപ്ലയർ ആയിരിക്കുകയാണ്. ഓക്കെ, സോ ഇവിടെ നമുക്ക് ഇറർ വന്നിരിക്കുകയാണ്, അതൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് നേരത്തെ കാണിച്ചിട്ടുള്ള ഇറർ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത്ര മാത്രം ചെയ്താൽ മതി. നേരെ മീഷോ ജില്ല ക്ലിയർ ഡേറ്റ് അടിക്കുക. ആൻഡ് നിങ്ങൾ വീണ്ടും മീഷോ ലോഗിൻ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ അതിനുശേഷം നിങ്ങൾ ഓപ്പൺ ചെയ്താൽ ഇതാ ഇങ്ങനത്തെ ഇൻ്റർവ്യൂസ് കിട്ടും. നമുക്ക് കൺഗ്രാജുലേഷൻസ്, യു ആർ നൗ പാർട്ട് ഓഫ് 6 lakh സപ്ലൈസ് കമ്മ്യൂണിറ്റി സെല്ലിംഗ് ഓൾ ഓവർ ഇന്ത്യ. അപ്പോൾ നിങ്ങൾക്ക് കാണാം സ്റ്റാർട്ട് സെല്ലിംഗ് ആവും, അല്ലെങ്കിൽ തെറ്റടിച്ചു വിടാം. ഞാൻ തെറ്റടിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാറ്റലോഗ് അപ്ലോഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, നിങ്ങൾ ബ്യൂട്ടിഫുൾ ആയിട്ടെല്ലാം ചെയ്യുക, എന്നാൽ നിങ്ങൾക്ക് ഓർഡേഴ്സ് വരും. ഓക്കെ, ഇവിടെ പ്രൈസ് ആൻഡ് കമ്മീഷൻ, ഡെലിവറി റിട്ടേൺസ് ഇതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. അതുപോലെ കാറ്റലോഗ്, ഗോ ലൈവ് ഇതെല്ലാം കാണാൻ പറ്റും. ഗെറ്റ് ഫസ്റ്റ് ഓർഡർ ഇതൊക്കെ കൊടുക്കാൻ പറ്റും. ഓക്കെ, പിന്നെ ഓർഡേഴ്സ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത ഇൻ്റർവ്യൂസ് കാണാൻ പറ്റും. പിന്നെ ഒരുപാട് സംഭവം കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ ഇൻവെൻറ്ററി നിങ്ങളുടെ സ്റ്റോർ എല്ലാ സംഭവം കാണാൻ പറ്റും. ഓക്കെ, പിന്നെ മെനു നിങ്ങൾക്ക് എത്ര രൂപ കിട്ടിയിട്ടുണ്ട്, നിങ്ങളുടെ സ്റ്റോറിന് എത്ര റേറ്റിംഗ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, ഇതെല്ലാം കാണാൻ പറ്റും. ഓക്കെ, ബിസിനസ് ഡാഷ്ബോർഡ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ സെല്ലർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നത്. നമ്മുടെ നേരെ ചെല്ലുക, അതിനുശേഷം എൻറോൾമെൻറ്റ് ID എടുക്കുക. അതിനുശേഷം നമ്മൾ ചെയ്താൽ മാത്രം മതി. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ചെയ്തത് നിങ്ങൾക്ക് ഇറർ കാണിക്കുന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ സെക്കൻഡായി ചെയ്ത എൻറോൾമെൻറ്റ് ID ചെയ്യാം. ഓക്കെ, സോ എനിക്ക് ഇറർ കാണിച്ചാണ് ചെയ്തത്.
ആൻഡ് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇനി നമുക്ക് വേണമെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാറ്റലോഗ് സെറ്റ് ആകാതൊക്കെ നമ്മൾ ചെയ്യാം. ഓക്കെ, സോ ഈ ഒരു വീഡിയോയ്ക്ക് ഒരു 50 ലൈക്ക് കംപ്ലീറ്റ് ആക്കി തരിക, അത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് ലൈക്ക് അടിക്കുക, അതുപോലെ നിങ്ങൾക്ക് എന്ത് വീഡിയോ ആണെന്ന് കമൻറ്റ് ആക്കേണ്ട മറക്കണ്ട. സോ റോഡ് ടു 5K സബ്സ്ക്രൈബേഴ്സ് ആണ്. ആൻഡ് ഇതിൽ മികച്ച അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. സീ യു ഗൈസ്. അപ്പോൾ ഗൈസ് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങൾ കണ്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായല്ലോ. നമ്മൾ ആദ്യം ചെയ്തത് എന്താണ്, മീഷോയിൽ ഡയറക്റ്റ് ആയിട്ട് നമ്മൾ പാൻ കാർഡ് അതൊക്കെ അടിച്ച് കയറിയിട്ടുണ്ട്. ബട്ട് എനിക്ക് എന്തോ സംഭവം കൊണ്ട് പറ്റിയില്ല, എൻറോൾമെൻറ്റ് ഐ ഡി ചോദിക്കുന്നുണ്ട്. ആൻഡ് നമ്മൾ നേരെ ഗുഡ് ആൻഡ് ടാക്സ് ആ ഒരു വെബ്സൈറ്റിൽ പോയതിനു ശേഷം നമ്മുടെ എന്താണ് ആ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി സിമ്പിളായി എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ മീഷോയിൽ ചെന്ന് ആ ഒരു എൻറോൾമെൻറ്റ് ഐ ഡി അടിച്ചു കൊടുത്തു, നമുക്ക് സിമ്പിളായിട്ട് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. സോ അവിടെ തന്നെയാണ് നിങ്ങൾക്ക് നെയിംസും അതുപോലെ തന്നെ കാറ്റലോഗും എല്ലാം നിങ്ങൾക്ക് സെറ്റാക്കാൻ പറ്റുന്നതായിരിക്കും. നിങ്ങൾ സീരിയസ് ആയിട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ അടിപൊളിയായിട്ട് സ്റ്റോർ നെയിമും പിക്കും എല്ലാം കൊടുക്കുക. ഓക്കെ, സോ ഡൗട്ട്സ് കമൻറ്റ് ചോദിച്ചാൽ മതി. പേഴ്സണലി ഞാൻ ചെയ്യുന്ന ഒരാളല്ല, എനിക്ക് ഒരുപാടൊക്കെ മെസ്സേജ് വരുന്നുണ്ട് പാർട്ട് ടൈം ജോയിനെ പറ്റിയേക്കാം. ഓക്കെ, സോ ഇത്ര മാത്രമേ ഉള്ളൂ. ആൻഡ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. ഇനി എന്ത് വീഡിയോ വേണമെന്ന് വെച്ചാൽ കമൻറ്റ് ആക്കാൻ മറക്കണ്ട. സോ ഇതിൽ മികച്ച അടുത്തൊരു വീണ്ടും കാണാം. സീ യു ഗൈസ്.